സത്യം പറഞ്ഞാൽ ഈ നേപ്പാളിൽ എന്താണ് നടക്കുന്നത്? നേപ്പാളിൽ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടത്? അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശർമ്മ ഒലി പറയുന്നത് വെടിവെക്കാൻ ഞാൻ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളതാണ്. റബ്ബർ ബുള്ളറ്റുകളാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും പിള്ളേർ അവിടെ വെടിയേറ്റ് മരിച്ചത് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ശർമ്മ ഒലി പറയുന്നത്. നേപ്പാളിലെ യുവാക്കൾ ജൻസി പ്രസ്ഥാനത്തിലൂടെ രണ്ട് ദിവസത്തിനുള്ളിൽ സർക്കാരിനെ അട്ടിമറിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ഒലി രാജിവെക്കാനും മന്ത്രിമാർ ജീവനും കൊണ്ട് പലായനം ചെയ്യാനും പ്രസ്ഥാനം നിർബന്ധിതരായി. എന്നിരുന്നാലും പ്രസ്ഥാനത്തിന് 10 ദിവസത്തിന് ശേഷം മുൻ പ്രധാനമന്ത്രി ഒലി ഇപ്പോൾ അവകാശപ്പെടുന്നത് സർക്കാർ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടേ ഇല്ല എന്നായിരുന്നു. അഴിമതിക്കും സോഷ്യൽ മീഡിയ നിരോധനത്തിനുമെതിരായിട്ടുള്ള പ്രസ്ഥാനം സെപ്റ്റംബർ 8 നേപ്പാളിൽ ആരംഭിച്ചു. പ്രതിഷേധക്കാർ പാർലമെന്റിൽ അതിക്രമിച്ച് കയറി തീയിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രക്ഷോഭത്തെ തുടർന്ന് സെപ്റ്റംബർ 9 അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള ശർമ്മ ഒലി രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുവാക്കൾക്ക് നേരെ വെടിവെക്കാനുള്ള ഉത്തരവ് താൻ കൊടുത്തിട്ടില്ല, റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ആഗോള കോൺസ്പിറസിയാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ലിബിയയിൽ അറബ് മുല്ലപ്പൂ വിപ്ലവങ്ങളിൽ, ബംഗ്ലാദേശിൽ, ഇപ്പോൾ നേപ്പാളിൽ കുട്ടികളെ അജണ്ട വെച്ച് തെരുവിലിറക്കുന്ന ഒരു ടീമുണ്ട്. ഈ അജണ്ട വെച്ച് തെരുവിലിറക്കുന്ന ഈ ടീമിനെ വെടിവെക്കുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. എങ്ങനെയാണ് ഇവരെ വെടിവെച്ച് വീഴ്ത്തുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഷാർപ്പ് ഷൂട്ടർമാരെ ഇറക്കി അവരെ ദൂരെ നിന്ന് ഹെഡ് ഷോട്ട് അടിച്ച് അവരെ കൊന്നു തള്ളുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നു. ഇത് ഒരു അജണ്ട വെച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിന് പിന്നിൽ ആരാണ്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആ വിദഗ്ധരെല്ലാം പറയുന്നത് ഈ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ അല്ലെങ്കിൽ മറ്റ് പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി കേന്ദ്രം നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ റബ്ബർ ബുള്ളറ്റുകൾക്കിടയിൽ കൂടെ യഥാർത്ഥ ബുള്ളറ്റുകൾ എവിടെ നിന്നില്ലാതെ പറന്നു വരും. പക്ഷേ ഇതാരാണ് ഇത്? കാരണം ഇത് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കരുത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ആഗോള അജണ്ടയുടെ ഭാഗമാണ്. അമേരിക്കയെ എതിർക്കുന്ന എല്ലാ സർക്കാരുകളെയും താഴെ ഇറക്കാൻ അവർ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതെന്നാണ് കൃത്യമായി നമ്മുടെ കേന്ദ്രമടക്കം മനസ്സിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.